ഹായ് മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതായത് ഇക്വേഷൻസ് ഓഫ് മോഷൻ. നമ്മളെ കയ്യിൽ 3 ഇക്വേഷൻസ് ആണുള്ളത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനെ ഡിറൈവ് ചെയ്യാൻ ചോദിക്കുന്നതാണ്. ഓക്കെ, നമ്മളെ കയ്യിൽ 3 ഇക്വേഷൻസ് ആണുള്ളത്. ആൻഡ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് V = U + AT ആണ്. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് S = UT + ½ ആണ്. ആൻഡ് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് V² = U² + 2AS എന്ന് പറയുന്നതാണ്. ഈ 3 ഇക്വേഷൻസിൽ ഏതെങ്കിലും ഒരു ഇക്വേഷന് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും എക്സാമിന് ചോദിക്കും. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഏത് എക്സാം നടക്കുന്നുണ്ടോ അതിൽ എല്ലാ എക്സാമുകളിലും ഈ 3 ഇക്വേഷൻസിൽ ഏതെങ്കിലും ഒന്ന് ഡിറൈവ് ചെയ്യാൻ നിർബന്ധമായിരിക്കും ചോദിച്ചിരിക്കും. അപ്പോൾ മക്കള് ശ്രദ്ധിച്ച് ഇരുന്ന് പഠിച്ചോളാം. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് V = U + AT എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ ഫസ്റ്റ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ചിലപ്പം നിങ്ങളുടെ അടുത്ത് എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഇവരെ ഒന്ന് പേര് നൈസായിട്ടൊന്ന് മാറ്റിയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവുക. പേര് ശ്രദ്ധിച്ചോളാം. ഇതാരാണ്? വെലോസിറ്റിയാണ്. ഈ കാണുന്നത് ആരാണ്? ടൈമാണ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവുക റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ടൈം എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഡിറൈവ് റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ടൈം എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഡിറൈവ് V = U + AT എന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിഫോം ആക്സലറേഷൻ്റെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുക. യൂണിഫോം ആക്സലറേഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗ്രാഫ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണം ഒരു X ആക്സിസ് വേണം, ഒരു Y ആക്സിസ് വേണം. അതിനുശേഷം ശ്രദ്ധിച്ചോ, നമ്മൾ വരയ്ക്കുന്നത് ആരിതാണ്? യൂണിഫോം ആക്സലറേഷൻ്റെതാണ്. യൂണിഫോം ആക്സലറേഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി നമ്മൾ ആദ്യം പറയുന്നത് വെലോസിറ്റി ആണ്. അപ്പോൾ അയാളെ നമ്മൾ Y ആക്സിസിലാണ് എടുക്കേണ്ടത്. വെലോസിറ്റി ടൈം. അപ്പോൾ രണ്ടാമത് പറയുന്ന ആളെ നമ്മൾ X ആക്സിസിലാണ് എടുക്കുന്നത്. യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയുന്ന സമയത്ത് ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഗ്രാഫ് എങ്ങനെയാണ് വരിക? വിത്ത് കോൺസ്റ്റന്റ് സ്ലോപ്പിലാണ് നമുക്ക് ഒരു ഗ്രാഫ് ഉണ്ടാവുക. ഓക്കെ, കോൺസ്റ്റന്റ് സ്ലോപ്പിലാണ് ഒരു ഗ്രാഫ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുക. അതായത് ഇങ്ങനെയാണ് ഗ്രാഫിൻ്റെ ഷേപ്പ് ഉണ്ടാവുക. ശരി, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഇതിലുള്ള കുറച്ച് പോയിന്റുകൾ കാര്യങ്ങളാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കണ്ടോളാം. ഇവിടെ ശ്രദ്ധിച്ചു, നമ്മൾ Y ആക്സിസിൽ എടുത്തിരിക്കുന്നത് വെലോസിറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റിനെ ഞാൻ ഇനീഷ്യൽ വെലോസിറ്റി U എന്നായിരിക്കും മാർക്ക് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് Y ആക്സിസിൽ വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റുള്ള പോയിന്റിനെ ലാസ്റ്റത്തെ പോയിന്റിനെ ഞാൻ എന്തായിരിക്കും ഫൈനൽ വെലോസിറ്റി V എന്നായിരിക്കും മാർക്ക് ചെയ്യുന്നുണ്ടാവുക. X ആക്സിസിൽ നമ്മൾ ടൈമാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെയുള്ള ടൈമിനെ ഞാൻ എന്ത് മാർക്ക് ചെയ്തു? ജസ്റ്റ് T എന്ന് മാർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കൾക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ്. മോനെ, സ്ലോപ്പിനുള്ള ഇക്വേഷൻ ഒന്ന് പറഞ്ഞതാടാ. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു എന്താണ്? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു y2 - y1 / x2 - x1 എന്നാണ്. അങ്ങനെയാണെങ്കിൽ y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Y ആക്സിസിലെ രണ്ടാമത്തെ ആള്, Y ആക്സിസ് ഇതാ അവിടെ കിടക്കുന്നു. രണ്ടാമത്തെ ആൾ ആരാണ്? വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ y2ന്റെ സ്ഥലത്ത് ഞാൻ ആരെ കൊടുത്തു? വെലോസിറ്റി കൊടുത്തു. മൈനസ് Y ആക്സിസിലെ ഒന്നാമത്തെ ആള്. Y ആക്സിസിലെ ഒന്നാമത്തെ ആൾ ആരാണ്? U ആണ്. ഓക്കെ, U കൊടുത്തു. ഡിവൈഡഡ് ബൈ x2 - x1. X ആക്സിസിൽ ഞാൻ ആരെ മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ? ആ ടൈമിനെ മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ x2 - x1 ഞാൻ എന്ത് കൊടുത്തു? T എന്ന് കൊടുത്തു. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷന് നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോടാ. അതെ, നമ്മൾ കണ്ടിട്ടുണ്ട്. V - U/T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷൻ ആണ്. ആരാണ്? ആക്സലറേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമടാ? ഇവിടെ ആക്സലറേഷൻ കൊടുക്കാൻ പറ്റും. ഇസ് ഈക്വൽ ടു V -
u/t is equal to എനിക്ക് എന്ത് കിട്ടി? ആക്സലറേഷൻ എന്ന് കിട്ടി. ഇനി ഞാൻ ചെയ്യുന്നത് ഇവിടെ ഡിവിഷനിൽ കിടക്കുന്ന ഈ ടീനെ റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരടാ? ഇൻറ്റു വരും. അപ്പോൾ v മൈനസ് യു ഈസ് ഈക്വൽ ടു എന്ത് വന്നടാ? എ ടി എന്ന് വന്നു. ഇനി ഞാൻ ചെയ്യാണ് ഈ മൈനസ് യുവിനെ റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരുവാടാ? പ്ലസ് യു എന്ന് വരും. v ഈസ് ഈക്വൽ ടു എ ടി പ്ലസ് യു, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചെഴുതാം v ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് എനിക്ക് എഴുതാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്, പുഷ്പം പോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മക്കളെ 2 മാർക്ക് കീശയിൽ വെച്ചിട്ടുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ മോനെ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. ഏത് ഇക്വേഷൻ ആടാ? സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്തായിരുന്നടാ? s is equal to ut plus half at square ആണ്. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ്? s is equal to ut plus half at square. ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവര് വേറെ വാക്കിൽ ചോദിക്കും. എങ്ങനെയാടാ ചോദിക്കുക? ശ്രദ്ധിച്ചു നോക്കിക്കോ, ശ്രദ്ധിച്ചോ. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ടി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ആരും തമ്മിലുള്ള റിലേഷൻ ആണ്? ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിലുള്ള റിലേഷൻ ആണ്. ആരും തമ്മിലുള്ള റിലേഷൻ ആണ്? ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിലുള്ള റിലേഷൻ ആണ്. ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. ഇത് ഡിറൈവ് ചെയ്യാനും നേരത്തെ സെയിം ഗ്രാഫ് വരച്ചാൽ മതി. ഗ്രാഫ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, ഗ്രാഫ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? എക്സ് ആക്സിസ് വേണം, വൈ ആക്സിസ് വേണം. സാർ ഇതാ ഒരു എക്സ് ആക്സിസ് വരച്ചിട്ടുണ്ട്, ഒരു വൈ ആക്സിസും വരച്ചിട്ടുണ്ട്. ആൻഡ് നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരയ്ക്കുന്നത്. ഏത് ഗ്രാഫാണ് വരയ്ക്കുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ശരി, വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം ആക്സലറേഷൻ വരയ്ക്കുന്നത്. യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ എന്തായിരിക്കും? വിത്ത് എ കോൺസ്റ്റന്റ് സ്ലോപ്പിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക. വിത്ത് എ കോൺസ്റ്റന്റ് സ്ലോപ്പിലാണ് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇതാ കണ്ടടാ, വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം ആക്സലറേഷൻ ഞാനിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത സെയിം പരിപാടികൾ എല്ലാം നമുക്ക് ഇവിടെയും മാർക്ക് ചെയ്യാനുണ്ട്. വൈ ആക്സിസിൽ ഞാൻ വെലോസിറ്റി ആണ് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ വെലോസിറ്റി നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് വിളിക്കും. അവസാനം വരുന്ന വെലോസിറ്റിനെ ഞാൻ എന്ത് വിളിക്കും? ഫൈനൽ വെലോസിറ്റി വി എന്ന് വിളിക്കും. ഇവിടെ ഞാൻ സമയം എന്ത് കൊടുക്കും? ടി എന്ന് വിളിക്കും. ഈ സമയത്ത് ഞാൻ എന്ത് വിളിച്ചു? ടി എന്ന് വിളിച്ചു. ഇനി നമുക്ക് ഈ ഗ്രാഫ് നോക്കിയിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളത്. വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഞാൻ ഈ ഗ്രാഫിനൊന്ന് ചെറുതാക്കി വെക്കുന്നുണ്ട്, മക്കളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. ശരി, ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എടാ ശ്രദ്ധിച്ചു നോക്ക്, ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. ഡിസ്പ്ലേസ്മെന്റും ടൈമും. ഇതേതാ ഗ്രാഫ്? വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കിട്ടുക? വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ആ പോയിന്റ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെന്റ്. മക്കളെ നോട്ട്ബുക്കിലുണ്ട്. ഓക്കെ, ഒരു പോയിന്റ് ആണ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് കാണണം എന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടാൽ മതി. ഓക്കെ, ഈ ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ, അതായത് ഇവിടെ ഉള്ള ഏരിയ കണ്ടാൽ മതി. ഈ ഷേപ്പിന്റെ ഏരിയ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഷേപ്പിനെ 2 പാർട്ടാക്കിയിട്ട് മാറ്റും. ശ്രദ്ധിച്ചോ, ആ 2 പാർട്ടാക്കി മാറ്റുന്നത് സാർ ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ നോക്കുക, ഇതിനെ ഞാൻ എന്ത് ചെയ്താണ്? 2 പാർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ 2 പാർട്ടാക്കി മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ അല്ലേ കാണേണ്ടത്. ആ ഏരിയ കാണാൻ വളരെ സിമ്പിളാണ്. നോക്കുക, ഈ ട്രയാങ്കിളിന്റെ, ഈ കാണുന്ന ട്രയാങ്കിളിന്റെ ഏരിയ കാണാം. ഈ കാണുന്ന ട്രയാങ്കിളിന്റെ ഏരിയ പ്ലസ് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ കാണുന്ന റെക്റ്റാങ്കിളിന്റെ ഏരിയ 2 കൂടി ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഈ ട്രയാങ്കിളിന്റെ ഏരിയയും റെക്റ്റാങ്കിളിന്റെ ഏരിയയും ആഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏരിയ ആണ്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഒക്കെ ഏരിയ ആണ് ആഡ് ചെയ്യേണ്ടത്? ഈ ട്രയാങ്കിളിന്റെ ഏരിയ, ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഓക്കെ, അതായത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ മോനെ ഇവിടെ നോക്കടാ, റെക്റ്റാങ്കിളിന്റെ
ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. പ്ലസ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാഫ് BH ആണ്. ശരി, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ലെങ്ത് ഞാനിതാ ഈ സൈഡാണ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത് എന്ന് വിചാരിച്ചോ. റെക്ടാങ്കിളിന്റെ ഏരിയന്റെ ലെങ്ത് ഇതാണ് ലെങ്ത് എങ്കിൽ ഇവിടെ എന്താ മാർക്ക് ചെയ്തിരിക്കുന്നത്? T ആണ്. ശരി, ഞാൻ ഇവിടെ എന്ത് മാർക്ക് ചെയ്തു? T എന്ന് മാർക്ക് ചെയ്തു. ഇനി ബ്രെഡ്ത്ത്, അപ്പോൾ ബ്രെഡ്ത്ത് ആയിട്ട് നമ്മൾ എന്തെടുക്കണം? ദാ ഈ സൈഡാണല്ലോ ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കേണ്ടത്. ഇതെന്താണ്? U ആണെന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. TU പ്ലസ് ഹാഫ്. ഇനി ശ്രദ്ധിച്ചോ, ട്രയാങ്കിളിന്റെ ഏരിയ ആണ് വേണ്ടത്. ട്രയാങ്കിളിന്റെ ഏരിയയിൽ നോക്കടാ, ബേസ് അല്ലേ ഹാഫ് BH. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ആണ്. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് അല്ലേ, ഇതാണ് ബേസ്. ഇതെന്ന് പറയുന്നത് ഇയാൾക്ക് ഈക്വൽ അല്ലേ, അതായത് ആർക്ക് ഈക്വൽ ആണ്? ടൈമിന് ഈക്വൽ ആണ്. ശരി, ഇനി H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ആണ്. ആരാണ്? ഹൈറ്റ് ആണ്. ശ്രദ്ധിച്ചോ, ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഈ റെഡിൽ കാണുന്ന ഇതല്ലേ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ? ദാ സിമ്പിൾ ആണ്. ശ്രദ്ധിച്ചോ, ഇവിടെ വരെയുള്ള ഹൈറ്റ്, ഇത്രയും ഹൈറ്റ് എന്താ? V ആണ്. ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത്രയും ഹൈറ്റ് V ആണ്. ഇവിടുന്ന് മുതൽ എക്സ് ആക്സിസ് മുതൽ ഇവിടെ വരെയുള്ള ഹൈറ്റ് V ആണ്. നമുക്ക് ഈ റെഡിൽ കൊടുത്തിരിക്കുന്നത് മാത്രമാണ് വേണ്ടത്. ആൻഡ് ഇവിടെ വരെയുള്ള ഹൈറ്റ് എന്തുവാന്ന് അറിയാം? U ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം Vയിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? U മൈനസ് ചെയ്താൽ എന്തിൻ്റെ ഹൈറ്റ് കിട്ടും? ഈ റെഡിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ ഹൈറ്റ് കിട്ടും. ഓക്കെ, ഈ റെഡിൽ കൊടുത്തതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മൊത്തമുള്ള Vയിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? U മൈനസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഹൈറ്റിന് പകരം ഞാൻ എന്ത് ചെയ്താണ്? ഹൈറ്റ് എന്ന് പറയുന്നത് V മൈനസ് U എന്ന് കിട്ടി. ഓക്കെ, ഹൈറ്റ് എനിക്ക് എന്ത് കിട്ടി? V മൈനസ് U. എടാ, ഇനി എനിക്കിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനുണ്ട്. എനിക്ക് കൊടുക്കാനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നേരത്തെ ആക്സലറേഷൻ്റെ ഇക്വേഷൻ അറിയാം. V മൈനസ് U ബൈ T ഈസ് ഈക്വൽ ടു A ആണ്. സാറ്, ഈ ടീനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ V മൈനസ് U ഈസ് ഈക്വൽ ടു AT എന്ന് കിട്ടുമല്ലോ. ഈ V മൈനസ് യുവിന് AT കൊടുക്കാം. അപ്പോൾ ഇവിടെ കാണുന്ന V മൈനസ് യുവിന് ഞാൻ എന്ത് കൊടുക്കും? AT കൊടുക്കും. അങ്ങനെ AT കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? വാ ശ്രദ്ധിച്ചോ, ടിയുവിനെ ഞാൻ എന്ത് എഴുതി? UT എന്ന് എഴുതി പ്ലസ് ഹാഫ് ഇൻറ്റു T ഇൻറ്റു V മൈനസ് യുവിന് നമ്മൾ എന്ത് കൊടുക്കും? AT എന്ന് കൊടുക്കും. ശരി എടാ മോനെ, അതായത് ഈ T ഇൻറ്റു T എന്ത് വരും എടാ? T സ്ക്വയർ വരും. ആൻഡ് നമ്മൾ കാണുന്നത് ഏരിയ ആണ് കണ്ടുവരുന്നത്. ആരുടെ ഏരിയ ആണ് കാണുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ നമുക്ക് എന്താ കിട്ടുക? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു S ഇസ് ഈക്വൽ ടു ദ UT പ്ലസ് ഹാഫ്. ഈ ടിയും എന്ത് വരും? T സ്ക്വയർ വരും. ഓൾറെഡി ഇവിടെ ആരുണ്ട്? A ഉണ്ട്. A ഇൻറ്റു T സ്ക്വയർ. നമ്മൾ S ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനെ ഡിറൈവ് ചെയ്തു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ജസ്റ്റ് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം ആക്സലറേഷൻ വരച്ചിട്ട് അതിൻ്റെ അണ്ടറിലുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ മതി കേട്ടോ. ശരി, അങ്ങനെയാണെങ്കിൽ ഇനി ഇതാണ് ഈ മൂന്ന് ഇക്വേഷൻസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? തേർഡ് ഇക്വേഷൻ ഓഫ് മോഷനെ ഡിറൈവ് ചെയ്യാം. തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ് മോനെ? V സ്ക്വയർ ഇസ് ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS എന്ന് പറയുന്നതാണ് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പോൾ ഇത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വേറെ ടേമിൽ ചോദിക്കും. വേറെ ടേമിൽ എന്താ? സിമ്പിൾ ആണ്. V വെലോസിറ്റി ആണ്, S ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ആരും തമ്മിലുള്ള റിലേഷൻ ആണ് റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, എങ്ങനെ? റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രാഫിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ മതി. ഏതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഏട്ടാ മോനെ, വാ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു, ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിൽ ലെറ്ററാണ് S കേട്ടോ. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ total time. Okay, average velocity is equal to total displacement divided by total time. ഇതിൽ നിന്ന് എനിക്ക് എന്ത് വേണം അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം എന്ന് ചോദിച്ചാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്
ഡിസ്പ്ലേസ്മെന്റിനുള്ള ഇക്വേഷൻ വേണം. എടാ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റിനുള്ള ഇക്വേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ ടൈമിനെ ലെഫ്റ്റിലേക്ക് എടുത്താൽ പോരെ. അതായത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ആവറേജ് വെലോസിറ്റി ഇൻറ്റു എന്താണ്? ടോട്ടൽ ടൈം ആണ്. ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടോട്ടൽ ടൈം എന്ന് കിട്ടും. ഇത്രയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ ഇനി പ്രത്യേകിച്ച് വലിയൊരു പണിയുമില്ല, നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തെടുക്കാൻ പറ്റും. ശ്രദ്ധിച്ചോളാം, ഈ ഇക്വേഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. ഇനി മോനെ ശ്രദ്ധിച്ചോ, നമ്മളെ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, അതേപോലെ ടോട്ടൽ ടൈമിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ടോട്ടൽ ടൈമിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആക്സലറേഷൻ്റെ ഇക്വേഷൻ എടുക്കുകയാണ്. ആക്സലറേഷൻ a ഈസ് ഈക്വൽ ടു v മൈനസ് u ബൈ ടി എന്ന് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ടൈമിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ആക്സലറേഷനെയും ടൈമിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പൊ എന്ത് വരുടാ? ടി ഈസ് ഈക്വൽ ടു v മൈനസ് u ബൈ a. അതായത് നമ്മൾ ടൈമിനുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ഓക്കെ, ടൈമിനുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നു, അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി നമുക്ക് ആർക്കുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കണം? ആവറേജ് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കണം. ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആവറേജ് വെലോസിറ്റി v1 പ്ലസ് v2 ബൈ 2 ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ആവറേജ് വെലോസിറ്റി എപ്പോൾ? ടൈം ഇന്റർവെൽ ആർ ഈക്വൽ ഇഫ് t1 is equal to t2. ടൈം ഇന്റർവെൽ ആർ ഈക്വൽ ആണെങ്കിൽ, ടൈം ഇന്റർവെൽസ് ഈക്വൽ ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു v1 പ്ലസ് v2 ബൈ 2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ v1ന് v കൊടുക്കുകയാണ്, v2ന് ഞാൻ എന്ത് കൊടുക്കുകയാണ്? u കൊടുക്കുകയാണ്, ഡിവൈഡഡ് ബൈ 2. ആവറേജ് വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ഈ കിടക്കുന്ന ഈ ആവറേജ് വെലോസിറ്റിയുടെ ഈ ഒരു ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? സിമ്പിളായിട്ട് മൂന്നാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. ഇതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ സാറ് ഈ നീലയിലുള്ള ഇക്വേഷൻ ഒന്നുകൂടി ഇവിടേക്ക് എടുത്ത് എഴുതി വെക്കുകയാണ്. ശ്രദ്ധിച്ചു, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടോട്ടൽ ടൈം. ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടോട്ടൽ ടൈം. എടാ മോനെ നോക്കുക, ആവറേജ് വെലോസിറ്റിക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇക്വേഷനാണ് v പ്ലസ് u ബൈ 2 ഇൻറ്റു ടോട്ടൽ ടൈമിന് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇക്വേഷനാണ് v മൈനസ് u ബൈ a എന്ന് പറയുന്നത്. ഇതിനെ എനിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് വരുവാടാ? v പ്ലസ് u ഇൻറ്റു v മൈനസ് u ഡിവൈഡഡ് ബൈ 2a എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോമിലാണ്. a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോമിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇവിടെ എന്റെ സ്ഥലത്ത് ആരാണ്? v ആണ്. v സ്ക്വയർ മൈനസ് ബിന്റെ സ്ഥലത്ത് ആരാണ്? u ആണ്. അപ്പം എന്ത് കൊടുക്കും? u സ്ക്വയർ. ഓക്കെ, ശ്രദ്ധിച്ചോളാം. a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് ഫോർമുല. ഓക്കെ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് വന്നു കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എന്റെ സ്ഥലത്ത് ഇവിടെ കിടക്കുന്നത് വി ആണ്, ബിന്റെ സ്ഥലത്ത് കിടക്കുന്നത് യു ആണ്. ഓക്കെ, കൊടുത്തു, ഡിവൈഡഡ് ബൈ 2a. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ആരുണ്ട്? എസ് ഉണ്ട്. ഇനി ചെയ്യുന്നത് ശ്രദ്ധിച്ചോ, 2a ഞാൻ ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡിവിഷൻ ആണ് കിടക്കുന്നത്, ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്തൊരു മൾട്ടിപ്ലിക്കേഷൻ വരും. അതായത് 2as is equal to v സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് വരും. ഇനി മൈനസ് യു സ്ക്വയർ ഞാൻ ലെഫ്റ്റിലേക്ക് എടുത്താൽ എന്ത് വരും? പ്ലസ് യു സ്ക്വയർ എന്ന് വരും. അതായത് v സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as പ്ലസ് യു സ്ക്വയർ. അതായത് നമുക്ക് എന്ത് എഴുതാൻ പറ്റുമടാ? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്നത് എഴുതി വെക്കാൻ പറ്റും. ഫൈനലി നമ്മൾ ഇക്വേഷനെ ഡിറൈവ് ചെയ്തിരിക്കുകയാണ്. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 ഇക്വേഷൻസും ഡിറൈവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ 3 മാർക്ക് 4 മാർക്ക് മക്കളുടെ കീശയിലേക്ക് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് വളരെയധികം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ചോദിക്കും എന്നുള്ള കാര്യം നിർബന്ധമാണ്. ഓക്കെ, അപ്പം താങ്ക് യു.